Welcome to Entrance Physics 44 Wave Optics. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനടുത്ത സെക്ഷനിലോട്ട് പോകും. ഇലക്ട്രിസിറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത്, കൂടുതൽ പാർട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒപ്റ്റിക്സ് നമ്മൾ ജോമെട്രിക് ഒപ്റ്റിക്സും കൂടെ കുറേ ചർച്ച ചെയ്തിട്ട് ചോദ്യങ്ങൾ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിയോട് വീണ്ടും വരും. എന്നിട്ട് പിന്നെ നമ്മൾ ജനറലായിട്ട് എല്ലാത്തിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അറ്റോമിക് ഫിസിക്സും ഒക്കെ വരുന്നുണ്ട്. ഒരു ചോദ്യം നമ്മൾ വേവ് ഒപ്റ്റിക്സാണ് കണ്ടുകൊണ്ടിരുന്നത്. എ നാരോ റെക്ടാങ്കുലർ സ്ലിറ്റ് illuminated by a monochromatic light of wavelength lambda is placed just in front of a horizontal plane mirror as shown in the figure. Then A. The screen is uniformly illuminated. B. Interference fringes of equal width are observed. C. Interference fringes of decreasing width are observed. D. Fringes of increasing width are observed. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ഇതൊരു പ്ലെയിൻ മിററാണ്, ഇതൊരു സ്ക്രീനാണ്. ഈ പ്ലെയിൻ മിററിന് പാരലായിട്ട് ഒരു റെക്റ്റാങ്കുലർ സ്ലിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, പ്ലെയിൻ്റെ മിററിൻ്റെ മുമ്പിൽ ആയിട്ട്. ഇവിടുന്ന് ലൈറ്റ് വരും, ഈ സ്ക്രീനിൽ എന്ത് കാണുമെന്നുള്ള ഈ ഫിഗർ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. ഈ സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഡയറക്റ്റായിട്ട് ഈ സ്ക്രീനിൽ ചെല്ലാം. ഇതുകൂടാതെ മിററിൽ തട്ടി റിഫ്ലക്ഷൻ ശേഷവും ഇവിടെ ചെല്ലും. രണ്ടിനും രണ്ട് പാത്താണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ട്. ഫലത്തിൽ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എസ് ഡാഷിൽ നിന്ന് പോകുന്നതായിട്ടേ നമുക്ക് തോന്നൂ. അപ്പോൾ മിറർ ഈ എസിൻ്റെ ഒരു ഇമേജ് എസ് ഡാഷിലുണ്ടാക്കും. ഇത്രയും അകലം എത്രയാണോ അത്രയും അകലം പുറകിലായിട്ട്. ഫലത്തിൽ നമുക്കിതെങ്ങനെ പറയാം? രണ്ട് സോഴ്സസ്, അടുത്തടുത്തിരിക്കുന്ന രണ്ട് സോഴ്സസ് കൊഹിയറൻറ്റ് സോഴ്സസ് എസും അതിൻ്റെ ഇമേജും എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇൻ്റർഫറൻസ് നടക്കും. നാടൻ ഭാഷ പറഞ്ഞ ലൈറ്റ് നേരെ അങ്ങ് ചെല്ലുന്നതും റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം അങ്ങ് ചെല്ലുന്നതും തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. ഈ സ്ഥാനം മാറുന്നതിനനുസരിച്ച് പല ഭാഗത്തു നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പല ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റായിരുന്നു. അപ്പോൾ പാത്ത് ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പലതിൽ ഇൻ്റർഫറൻസ് നടക്കും എന്നർത്ഥം. ഈ സോഴ്സ് അതിൻ്റെ മിറർ ഇമേജും രണ്ട് ഡബിൾ സ്ലിറ്റ് പോലെ പെരുമാറും. എന്നിട്ട് ഇൻ്റർഫറൻസ് നടക്കും. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ കാണുന്ന അതേ ഒബ്സർവേഷനാണ് ഇവിടെ കാണുക. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് ഇൻ്റർഫറൻസ് ബി ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ വിഡ്ത്ത് ആർ ഒബ്സർവ്ഡ്. അതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം. ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 5th and 15th 5ഉം 15ഉം 5th and 15th bright fringes in an interference pattern formed by 4000 angstrom unit light. A. Pi radian. B. 2 pi radian. C. 20 pi radian. D. 80 degree. അങ്ങനെ എന്ത് ഫ്രിഞ്ച്, എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് N എങ്കിൽ N1 ഓർഡറിലുള്ള ഫ്രിഞ്ച്, അവിടെ പാത്ത് ഡിഫറൻസ് N1 ലാംഡ. N2 ഓർഡർ എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് N2 ലാംഡ. എങ്കിൽ ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് N2 ലാംഡ മൈനസ് N1 ലാംഡ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ N2 ഓർഡർ ഫ്രിഞ്ച് ആൻഡ് N1 ഓർഡർ ഫ്രിഞ്ച് ഡെൽറ്റ ഈക്വൽസ് N2 ലാംഡ മൈനസ് N1 ലാംഡ. ദാറ്റ് ഈസ് 15 ഇൻറ്റു ലാംഡ. N2 ഈസ് 15 തന്നിട്ടുണ്ട്, മൈനസ് N1 ഈസ് 5 or that is 10 lambda. Again, phase difference phi equals 2 pi by lambda into delta, or 2 pi by lambda into
10 ലാംഡ. ലാംഡ പോയിട്ട് 25 radian. That's the answer. So choice is C. അടുത്ത ചോദ്യം. In a double slit interference experiment, light intensity from each slit is I0. Then intensity of a bright fringe, A I0, B 2I0, C 4I0, D I0 square. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആൻസർ ഈസ് 4I0. ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു സിംഗിൾ സ്ലിറ്റിൽ നിന്ന് വരുന്നതിൻ്റെ 4 ടൈംസാണ്. √I0 പ്ലസ് √I0 ദി ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് 2√I0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4I0. അടുത്ത ചോദ്യം. ഇൻ എ ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്, the two slits send out incoherent waves. ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. Each of intensity I0. Then coherent waves of same intensity I0 are used. The ratio of average intensities in the two cases: A 1:1, B 1:2, C 1:4, D 2:1. നേരത്തെ നമ്മൾ പറഞ്ഞതാ. ഇൻകൊഹിയറൻ്റ് വേവ്സ്, രണ്ട് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി I0 എങ്കിൽ ഇൻകൊഹിയറൻ്റ് ആണ്, ഇൻ്റർഫറൻസ് ഒന്നും നടക്കത്തില്ല, യൂണിഫോം ഇലുമിനേഷൻ കാണാം. ആ ഇലുമിനേഷൻ അവിടുത്തെ ഇൻറ്റൻസിറ്റി 2I0. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രണ്ട് ലൈറ്റ് കത്തിച്ച് ബൾബ് കത്തിച്ചിട്ടാൽ ഇൻറ്റൻസിറ്റി ഈസ് ട്വൈസ്. അത് തന്നെ ആവറേജ്. ഇൻറ്റൻസിറ്റി ഇല്ല, ഇൻ്റർഫറൻസ് ഇല്ല, പിന്നെ ആവറേജ് ടോട്ടലും ഒക്കെ സെയിമാണ്. ഇപ്പോൾ 2I0 എന്ന് പറയുന്നത് തന്നെ ആവറേജ്. ഇനി ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റി എത്ര? ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ 4I0, ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ 0, ആവറേജ് ഈസ് 4I0 പ്ലസ് 0/2. ദാറ്റ് ഈസ് ഓൾസോ 2I0. നമ്മൾ ചർച്ച ചെയ്തതായത്. അപ്പോൾ ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റി 4I0 കൊഹിയറൻ്റ് ആയിരിക്കുമ്പോൾ വേവ്സ്. ഇൻകൊഹിയറൻ്റ് ആണെങ്കിൽ ആവറേജ് 2I0. സോ റേഷ്യോ ഈസ് 2I0:2I0. 1:1. ചോയ്സ് ഈസ് എ. അടുത്ത ചോദ്യം. എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് lambda equals 6000 angstrom unit is used in a double slit experiment when a transparent film of thickness 0.012 millimeter is held in front of one of the slits. The central bright fringe is found to shift to the 10th bright fringe formed earlier. Then refractive index of the film: A 1.5, B 1.6, C 2, D 1.66. ഇതിന് ചർച്ച ചെയ്താൽ ഡി തിക്നെസ് ഉള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ-1 × D. അപ്പം നേരത്തെ എന്ത് ഫ്രിഞ്ച് ഇരുന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ അന്നേരം സെൻറ്ററിലിരുന്ന ഫ്രിഞ്ച് അങ്ങോട്ട് ചാടിയെന്നാണ് പറയുന്നത്. അത് ഈ പാത്ത് ഡിഫറൻസ് കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് എല്ലാം ഉണ്ടോ? അപ്പം μ-1 × D മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ. നേരത്തെ സെൻട്രലിരുന്നത് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ സ്ഥാനത്തോട്ട് വന്നിരിക്കുക. അപ്പോൾ ഇത്രയും ഈ പാത്ത് ഡിഫറൻസ് ഈ n ലാംഡയ്ക്ക് തുല്യമാവണം. ഇവിടുന്ന് മ്യൂ എടുത്തു കഴിഞ്ഞാൽ 1 +
n lambda by d. That is 1 plus n is 10, 10th bright fringe എന്ന് പറയുന്നത്. ഇൻ്റെ ലാംഡ 6000 തന്നെ ഇട്ടാൽ മതി, ബൈ ഡി. ഇതിപ്പോൾ 12 മനസ്സിൽ കണ്ടാൽ മതി. 5×5 ആൻസർ ഈസ് 1.5. ഇത് നമ്പറൊന്നും ഇട്ട് മെനക്കെടാൻ നോക്കണ്ട, ചോയ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 1.5 ആൻസർ ഉണ്ട്. ലാംഡ 6000 ഡിക്കകത്ത് 0.012 12 ഇപ്പോൾ 6000 ബൈ 12 എന്ന് പറഞ്ഞാൽ 5, 15×5 അപ്പോൾ 0.5 ഇവിടെ വരും. ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ പോകണ്ട, ഇത് ഊഹം അറിഞ്ഞാൽ മതി. 1 plus 6000 by 12 എന്ന് മനസ്സിൽ കണ്ടോണ്ടാൽ മതി. അപ്പോൾ പോയിൻ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. സോ ചോയ്സ് ഈസ് 1.5. ഇവിടെ 1.6, 1.66 എന്നൊക്കെ ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് 1.6, 1.66, 2 എന്നൊക്കെ പറയുന്നുണ്ട്, 1.5 എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് നിങ്ങൾ ഈ വേവ് ലെങ്ത് ആങ്സ്ട്രോം യൂണിറ്റിനെ മീറ്ററാക്കി, മീറ്ററാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓർഡർ അറിഞ്ഞാൽ മതി. ചോയ്സും കൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ 1.5 ഇത് കുറുക്ക് വഴികളാണ് ഇതൊക്കെ. അടുത്ത ചോദ്യം. ഇൻ എ ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെൻറ്റ് the distance between the slits is 5 millimeter and the slits are 1 meter from the screen. Two interference patterns could be seen on the screen. One due to lambda equals 4800 angstrom unit and the other 6000 angstrom unit. What is the separation between the third order fringes of the two patterns? A. 0.036 millimeter. B. 0.072 millimeter. C. 0.012 millimeter. D. 0.024 millimeter. ഇവിടെ കണ്ടു, സ്ക്രീനിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം n ബീറ്റ. xn ഈക്വൽസ് n ബീറ്റ. ഇതിൽ നമ്മൾ ചർച്ച ചെയ്താൽ ബീറ്റ എന്ന് പറഞ്ഞാൽ ലാംഡ ഡി ബൈ ഡി. രണ്ട് വേവ് ലെങ്ത് ഇവിടെ ഉണ്ട്, രണ്ടിൻ്റെയും തേർഡ് ഫ്രിഞ്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് തമ്മിലുള്ള അകലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ x3 മൈനസ് x3'. n ലാംഡ 3d ബൈ ഡി കോമൺ ആയിട്ട് എടുക്കുക, മൈനസ് ചെയ്യുമ്പോൾ പോയിട്ട് ലാംഡ മൈനസ് ലാംഡ ഡി ഡാഷ് എന്ന് വരും. ലാംഡ മൈനസ് ലാംഡ ഡാഷ് 6000 4800 അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 1200 അല്ലേ. ഞാൻ മീറ്ററൊക്കെ അപ്പോൾ 3 × 1200 by 5 ഓർഡർ അതിൻ്റെ ഒരു ഊഹം നോക്കിയാൽ മതി. 12 3 36 by 5. അപ്പോൾ 7ൻ്റെ നമ്പർ ഓർഡറാണ് ഇവിടെ വരുന്നത്. 3 × 12. ഞാനിവിടെ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി കാൽക്കുലേഷനൊക്കെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എൻട്രൻസിന് എടുക്കുമ്പോൾ 3 × 1. ഈ ലാംഡ മൈനസ് ലാംഡ ഡാഷ് എന്ന് പറയുമ്പോൾ 1200. അവിടെ 12 ഉണ്ട്. 12 3 36 ബൈ ഈ ഡി എന്ന് പറഞ്ഞാൽ 5. 36 ബൈ 5 എന്ന് പറയുമ്പോൾ 72 നമ്പർ വരും. ഈ ചോയ്സിൽ 0.072 millimeter എന്നുണ്ട്. അതാ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊക്കെ എളുപ്പ വഴികളാണ്. ചുമ്മാ കുത്തിയിരുന്ന് കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയരുത്. ലാംഡ മൈനസ് ലാംഡ ഡാഷ് 1200 മനസ്സിലായി. n 3. അപ്പോൾ 3d 1 മീറ്ററാണ്, ക്യാപിറ്റൽ ഡി. അപ്പോൾ 3 × 1 × 1200 ബൈ സ്മോൾ ഡി 5 millimeter. അപ്പോൾ ഫലത്തിൽ 3 × 12 36 ബൈ 5 7 2 വരുമല്ലോ. 7 35. അപ്പോൾ
ഇവിടെ ചോയ്സ് എല്ലാം മില്ലിമീറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാം. 0.072 millimeter. Choice is B. Another one. Two interfering waves have intensities 9 and 4 units. 9 and 4. The ratio of maximum to minimum intensities in the interference pattern observed at a distance 1 meter from the source. A. 25:1. B. 9:4. C. 3:2. D. 13:5. നമുക്കറിയാം ഐ മാക്സിമം എന്ന് പറഞ്ഞാൽ √I1 പ്ലസ് √I2 ദി ഹോൾ സ്ക്വയർ. ഐ മിനിമം ഈസ് √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐ മാക്സിമം ബൈ ഐ മിനിമം ഈസ് √I1 പ്ലസ് √I2 ബൈ √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. √I1 എന്ന് പറയുമ്പോൾ √9, I1 9, I2 4 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ √9 പ്ലസ് √4 ബൈ √9 മൈനസ് √4 ദി ഹോൾ സ്ക്വയർ. √9 ഈസ് 3, 4, 2, 3 പ്ലസ് 2 5 ബൈ 3 മൈനസ് 2 1. അപ്പോൾ 5/1 ദി ഹോൾ സ്ക്വയർ. ആൻസർ ഈസ് 25:1. The choice is A. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.